ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമുക്ക് നല്ല എക്സ്പെൻസ് ആവോ അല്ലെങ്കിൽ കുറച്ച് അധികം മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പുതുതായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെയായിരിക്കും. കാരണം നമുക്ക് ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. മറ്റുള്ളവർ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം നല്ല ക്യാമറയാണ്, നല്ല കാര്യങ്ങളാണ് യൂസ് ചെയ്യണത്, അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ചിലർ കൃത്യമായിട്ട് പറഞ്ഞു തരും ചോദിച്ചാൽ, ചിലരത് പറഞ്ഞു തരാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായിട്ട് ഞാൻ യൂസ് ചെയ്യണ മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇവിടെ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബാൽക്കണി ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കൂടുതലായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കുറച്ചും കൂടെ എന്നല്ല, ഒരു 100% നന്നായിരിക്കും. നമ്മൾ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലൈറ്റാണ്. ഈ നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലത് നാട്ടിലുള്ളവരാണെങ്കിൽ ഒരു 9 മണി മുതൽ ഒരു 11:30 വരെയൊക്കെ നല്ല ടൈമാണ്. അതുപോലെ തന്നെ എബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ GCC കൺട്രീസിലൊക്കെ നല്ല വെളിച്ചമുണ്ടാകും. മോർണിംഗിൽ തന്നെ നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെയൊക്കെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കറക്റ്റ് ടൈമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു നോർമൽ ടേബിളിൻ്റെ മേലെ അപ്പുറത്തെ സൈഡിലൊരു വൈറ്റ് സംഭവം കണ്ടോ നിങ്ങൾ? അതൊരു നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ബോർഡ് പോലത്തെ ഒരു സംഭവമാണ്. അത് എനിക്ക് വേസ്റ്റായിട്ട് കിട്ടിയതാണ്, വൈറ്റ് കളറ്. അപ്പോൾ അത് ഞാൻ അവിടെ നമ്മൾ 4 സൈഡിലും വൈറ്റ്, 3 സൈഡിൽ വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെളിച്ചം കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം മാത്രമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ വീഡിയോയിൽ കാണുമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ താഴെ ഞാൻ ഈ പ്രിൻറ്റഡ് ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് 4 ഡിസൈന് നമുക്ക് കിട്ടും കേട്ടോ. 499 രൂപയ്ക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മാറി കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു നല്ല റിസൾട്ടാണ് കിട്ടുന്നത്, നല്ലൊരു ഭംഗിയിൽ. ഇതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഡെക്കറേഷൻ യൂസ് ചെയ്യുക. കാരണം നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യരുത് ബാക്ക്ഗ്രൗണ്ടിലുള്ള മെറ്റീരിയൽസും. അപ്പോൾ ഏറ്റവും മിനിമലായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നമ്മൾ ചിലർ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കാണാം. പക്ഷേ അതിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. അസ്സലാമു അലൈക്കും.